الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നമ്മൾ സന്തോഷിക്കുക. റമദാനിന്റെ ഒന്നാമത്തെ രാത്രി ആകാശത്ത് നിന്ന് വിളിച്ചു പറയപ്പെട്ടിട്ടുണ്ട്. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ. യാ ബാഗിയ ശർ അഖ്സിർ, തിന്മ ചെയ്യാൻ കരുതുന്നവരെ നിങ്ങൾ പുറകോട്ട് പോവുക. അല്ലാഹു സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നു വച്ചിരിക്കുന്നു. നരകത്തിന്റെ 7 കവാടങ്ങളും അള്ളാഹു അടച്ചു വച്ചിരിക്കുന്നു. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, നരകത്തിന്റെ ഒരു വാതിലും അള്ളാഹു അടക്കുന്നില്ല. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിന്റെ ഒരു വാതിലും അള്ളാഹു തുറന്നു വെക്കുന്നുമില്ല. ശൈത്താന്മാരെ അള്ളാഹു ബന്ധിപ്പിക്കുന്ന, ചങ്ങലക്കിടുന്ന മാസമാണ് റമദാൻ. വസുൽസിലത്തി ശയാത്തീൻ, എല്ലാ നിലക്കും അള്ളാഹു നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുകയാണ്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹു അവന്റെ അടിമകളെ മോചിപ്പിക്കുന്ന മാസമാണ് റമദാൻ. വദാലിക ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും അള്ളാഹു അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. വിളവിറക്കാൻ പറ്റിയ മാസമാണിത്. ആകാശവും ഭൂമിയും നന്മ ചെയ്യാൻ നമ്മളെ മാടി വിളിക്കുകയാണ്. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണ്. അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന ഔദാര്യമാണ്, സമ്മാനമാണ് ഈ മാസം. ഇത് ഒരുപാടൊന്നുമില്ല. റമദാൻ എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങളോളം ഇല്ല. ഖുർആൻ തന്നെ ഈ മാസത്തെ വിശേഷിപ്പിച്ചത് എന്താണ്? അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ്. ഇത് പെട്ടെന്ന് തീരും. ഈ മാസം നന്മകളിൽ നമ്മൾ നന്നായിട്ട് മുന്നേറുക. നമ്മുടെ സുജൂദുകളുടെ നീളം കൂടണം, നമ്മുടെ റുകൂഉകളുടെ നീളം കൂടണം, സ്വതക്കയുടെ കനം കൂടണം, ഖുർആനിനൊപ്പമുള്ള നമ്മുടെ സമയം ഇനിയും വർദ്ധിക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് അള്ളാഹുലേക്ക് അടുക്കാൻ, നമ്മുടെ റബ്ബിലേക്ക് കൂടുതൽ 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 അടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഒരിക്കൽ ഒരു ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് ആരാണ് നോമ്പുകാരൻ? ഇന്ന് നോമ്പെടുത്തത് ആരാണ്?
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി ഇന്നലെ രാത്രി നോമ്പെടുക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ട് ഫഅസ്ബഹ്തു മുഫ്തിറ, ഞാൻ നോമ്പില്ലാത്തവനായിട്ടാണ് നേരം പുലർന്നത്, എനിക്കൊന്ന് നോമ്പില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇന്നലെ രാത്രി തന്നെ നോമ്പെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ നോമ്പുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ചോദ്യം, അൽ അഹദു മിൻകുമുൽ യൗമ ആദ മരീദ, ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ഇന്ന് രോഗിയെ സന്ദർശിച്ച ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ, പുറത്തു പോയിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ നമ്മളെങ്ങനെ രോഗിയെ സന്ദർശിക്കുക? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണെന്ന വിവരം അറിഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് വന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പുരയുടെ വഴിയിലൂടെയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ചോദ്യം, ഹൽ മിൻകും അഹദുൻ അത്അമൽ യൗമ മിസ്കീന, ഇന്ന് ആരാണ് ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ ഇരിക്കല്ലേ, പള്ളിയിൽ നിന്ന് പുറത്തു പോയാലല്ലേ നമുക്ക് ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ പറ്റുക, ഇപ്പൊ എങ്ങനെ നമ്മൾ ഭക്ഷണം കൊടുക്കുക? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പള്ളിയിലേക്ക് വരുമ്പോ പള്ളി വാതിൽക്കൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാള് ഭക്ഷണം ചോദിച്ച് നിൽക്കുകയാണ്. എന്റെ കയ്യിൽ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ മകൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു ഹുബ്സിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. ആ ഹുബ്സിന്റെ കഷ്ണം വാങ്ങിയിട്ട് ഞാൻ ആ മനുഷ്യന് സ്വതക്കയായിട്ട് കൊടുത്തു. അയാളെ ഞാൻ ഭക്ഷിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻത ഫഅബ്ശിർ ബിൽ ജന്ന, അബൂബക്കർ, നീ സ്വർഗ്ഗം കൊണ്ട് സന്തോഷിക്കുക, നീ സ്വർഗ്ഗം കൊണ്ട് സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, നന്മയുടെ എല്ലാ വാതിലുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തള്ളി തുറന്നു. പുണ്യം വാരിക്കൂട്ടാൻ പറ്റിയ അവസരങ്ങളൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതലാക്കി. അബൂബക്കർമാരാകാൻ നമ്മൾ ശ്രമിക്കുക. നന്മയുടെ കാര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റുവാൻ, അബൂബക്കറിനെ പോലെ ആകുവാൻ നമ്മൾ ശ്രമിക്കുക. അബൂബക്കറിനെ പോലെ നമ്മൾ ആയിട്ടില്ല എങ്കിലും അങ്ങനെ ആകാൻ ശ്രമിക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ്. തശബ്ബഹു ബിൽ കിറാമി ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. അങ്ങനെ വലിയ വലിയ മനുഷ്യന്മാരെ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കുന്നു, അതിന് പരിശ്രമം നടത്തുന്നു എന്നത് തന്നെ വലിയ സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൽ മാറണമെന്നും പുതിയൊരു ജീവിതം തുടങ്ങണമെന്നും നമുക്ക് തോന്നണം. ഈ റമദാൻ അത് മാറ്റത്തിന്റെ റമദാൻ ആയിരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു കച്ചവടക്കാരന്റെ മനസ്സ് ഈ മാസത്തിൽ നമുക്ക് വേണം. കച്ചവടക്കാരെ കണ്ടിട്ടില്ല നമ്മള്? ഓരോ ദിവസവും ആ ദിവസം തീരുമ്പോൾ കൂട്ടിയും കിഴിച്ചും അവർ ആ കച്ചവടത്തിന്റെ ലാഭനഷ്ടങ്ങൾ വിലയിരുത്തും. സ്റ്റോക്കിന്റെ കണക്കെടുക്കും. നാളെ എന്തൊക്കെ ഷോപ്പിലേക്ക് ഇറക്കണം അവരാലോചിക്കും. എവിടെയാണ് നഷ്ടം പറ്റിയത്, എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, അതവര് നോക്കും. അപ്പൊ ആ ഒരു മനസ്സ് ഈ റമദാൻ മാസത്തിൽ നമുക്ക് വേണം. റമദാന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരു ദിവസം പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് തിരിച്ചുപോയി. ആ ഒരു ദിവസത്തെ പറ്റിയിട്ട് നമ്മളൊന്ന് വിലയിരുത്തുക. എന്തായിരുന്നു കഴിഞ്ഞു പോയ 1.5 ദിവസത്തിൽ എന്റെ അവസ്ഥ? ആ ദിവസത്തെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക. ജമാഅത്ത് നിസ്കാരങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന ഈ മാസത്തിലും സുബഹി നിസ്കാരം, ഫജ്ർ ജമാഅത്ത്, അത് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എപ്പോഴാ പിന്നെ നമ്മൾ അതൊക്കെ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും 40 ദിവസം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നിസ്കരിച്ചാൽ കുതിബത് ലഹു ബറാഅത്താൻ, 2 കാര്യങ്ങളിൽ നിന്നുള്ള മോചനം അല്ലാഹു നമുക്ക് കൊടുക്കുന്ന പറഞ്ഞത്. ബറാഅത്തു മിനൻ നാർ വ ബറാഅത്തു മിനൻ നിഫാഖ്. ഒന്ന് നിഫാഖിൽ നിന്നുള്ള മോചനാണ്, കാപട്യത്തിൽ നിന്നുള്ള മോചനാണ്. രണ്ടാമത്തേത് നരകത്തിൽ നിന്നുള്ള മോചനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ റമദാനിൽ നമുക്കതൊന്ന് ശ്രമിച്ചുകൂടെ? അപ്പൊ ഇന്നലത്തെ നോമ്പിന്റെ സ്ഥിതി എന്താണ്, നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് നമ്മൾ എത്രയാണ് നരകത്തിൽ നിന്ന് അകലുന്നത്? മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു അൻ വജിഹിൻ നാർ 70 ഖരീഫ. ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ,
ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു അവന്റെ മുഖത്തെ 70 വർഷം നരകത്തിൽ നിന്ന് അകറ്റുന്ന പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മുടെ മുഖത്തെ 70 വർഷം നരകത്തിൽ നിന്ന് അകറ്റുമെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ നല്ല നോമ്പുകാരാകണം. ഇന്നലെ നമ്മൾ നല്ല നോമ്പുകാരായിരുന്നോ? നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റിയോ? നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞ വാക്ക്, സംസാരം, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരുന്നോ? നമ്മുടെ റബ്ബിന് തൃപ്തിയുള്ളതായിരുന്നോ? അതല്ല നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മൾ പട്ടിണി കടന്നു, ഈ ചൂടത്ത് വിശപ്പും ദാഹവും സഹിച്ച് നമ്മൾ കുറെ ഇടങ്ങറായി എന്നത് മാത്രമാണ് നമ്മുടെ നോമ്പോട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യനാണ്. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മദീനയിലെ 7 പ്രസിദ്ധരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അൽ ഫുഖഹാഉ സബ്അ, അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹു തആല. അദ്ദേഹത്തിന്റെ കാലിന് രോഗം ബാധിച്ചു. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു കാല് മുറിച്ച് കളയണം. കാല് മുറിച്ചിട്ടില്ല എങ്കിൽ ആ രോഗം ശരീരത്തിലേക്ക് പടരും, അത് വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ കാല് മുറിച്ച് മാറ്റണം. അങ്ങനെ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹു തആലയുടെ കാല് മുറിച്ചു മാറ്റി അതൊരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ആ മുറിച്ചു മാറ്റിയ കാലിലേക്ക് നോക്കിയിട്ട് ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹു തആല പറയുന്ന വളരെ ശ്രദ്ധേയമായ വാക്കുകൾ ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിയറിൽ പറയുന്നുണ്ട്. ഇന്നല്ലാഹ യഅലമു അന്നി മാ മശൈതു ബിക ഇലാ മഅസിയത്തിൻ ഖത്തു വ അന അഅലം. അല്ലാഹുവിനെ അറിയാം, ഈ കാല് കൊണ്ട് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്കും ഞാൻ നടന്നു പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അതെന്തൊരു വാക്കാണ് നമ്മൾ ആലോചിക്കുക. അറിഞ്ഞുകൊണ്ട് ഈ കാല് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്കും ഞാൻ നടന്നു പോയിട്ടില്ല. നമ്മൾ ഇന്നലത്തെ ഒരു ദിവസം മാത്രം മുന്നിൽ വെച്ചിട്ട് ആലോചിക്കുക. ഇന്നലെ നമ്മൾ നോമ്പുകാരായിരുന്നു, റമളാനിന്റെ 1ാമത്തെ ദിവസമായിരുന്നു, നമ്മൾ വലിയ ആവേശത്തിലായിരുന്നു. നമുക്ക് നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റിയോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ഇന്നലെ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റുമോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്കും ഇന്നലെ നോമ്പുകാരനായിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ നടന്നു പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒറ്റ ദിവസത്തെ കാര്യം, ആ ഉറപ്പെങ്കിലും പറയാൻ നമുക്ക് പറ്റുമോ എന്ന് ആലോചിക്കുക. ശരിക്കും നോമ്പ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇപ്പൊ ചില ആൾക്കാരോട് നോമ്പ് എന്തിനാ എടുക്കാന്ന് വെച്ചാൽ ഒരു പറയും അത് പാവപ്പെട്ടവന്റെ വിശപ്പറിയാനാണ്, അല്ലെ പട്ടിണിയുടെ വേദന എന്താണ്, കാഠിന്യം എന്താണ് എന്ന് തിരിച്ചറിയാനാണ്. അതാണ് നോമ്പിന്റെ ലക്ഷ്യം. നോമ്പിലൂടെ അതൊക്കെ അറിയാൻ പറ്റും. വിശപ്പും ദാഹവും പാവപ്പെട്ടവന്റെ വിഷമൊക്കെ എന്താന്ന് നോമ്പിലൂടെ തിരിച്ചറിയാൻ പറ്റും. അതല്ല അടിസ്ഥാന ലക്ഷ്യം. അത് നോമ്പിലൂടെ കഴിയുന്ന കാര്യമാണ്. പക്ഷെ അടിസ്ഥാന ലക്ഷ്യം അതൊന്നുമല്ല. അടിസ്ഥാന ലക്ഷ്യം തഖ്വയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ. എന്തിനാണത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. അതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. അതിനാണ് നോമ്പ്. അള്ളാഹുവിന്റെ കൂലി കൊതിച്ചുകൊണ്ട് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചൊരു കാര്യം അത് പരമാവധി പാലിക്കാനും നിർവഹിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം, ശീലിക്കണം. അതിനാണ് നോമ്പ്. ഇപ്പൊ നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം വിശപ്പായിരുന്നുവെങ്കിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ അത്താഴം കഴിക്കണം എന്ന് പറഞ്ഞു. ആ അത്താഴം വൈകിപ്പിച്ച് കഴിക്കാനാ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അത്താഴം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ 50 ആയത്ത് ഓതാനുള്ള സമയമാണ് നിസ്കാരത്തിന് ഉണ്ടായിരുന്നത്. ഫജ്ർ നിസ്കരിക്കാൻ പിന്നെ 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടായിരുന്നത്. അപ്പൊ എത്ര വൈകിപ്പിച്ചിട്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അത്താഴം കഴിച്ചിരുന്നത്? അതാണ് ഏറ്റവും നല്ലത്. രാത്രി ഉറങ്ങുമ്പോ തന്നെ അത്താഴം കഴിച്ച് കിടക്കലല്ല സുന്നത്ത്, വൈകിപ്പിച്ച് അത്താഴം കഴിക്കലാണ് സുന്നത്ത്. അപ്പൊ വിശപ്പായിരുന്നു നോമ്പിലെ ലക്ഷ്യം. എന്താ പറയേണ്ടത്? നിങ്ങൾ കുറച്ച് നേരത്തെ അത്താഴം കഴിച്ച് കിടന്നോളി, നിങ്ങളൊന്ന് വിശപ്പ് അറിയണം. ഇനി നോമ്പ് തുറക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. അവിടെ നബി പറഞ്ഞ എന്താണ്? ലാ യസാലു നാസു ബിഖൈരിൻ അജ്ജലുൽ ഫിത്ര. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ നന്മയിലായിരിക്കും എന്ന് പറഞ്ഞത്. സമയമായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കണം.
വിശപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ എന്താ പറയണ്ടേ, രാത്രി കുറച്ചൊക്കെ ആവട്ടെ, ഒന്ന് നേരം ഇരുട്ടട്ടെ, എന്നിട്ട് നോമ്പ് തുറന്നാൽ മതി, വിശപ്പിന്റെ കാഠിന്യം ശരിക്കും മനസ്സിലാവട്ടെ. അതല്ലല്ലോ പറഞ്ഞത്. ഇനി ഒരാൾ മറന്നിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. ഉച്ചക്കൊരു 2 മണി സമയത്ത് ഒരാൾ പള്ള നിറച്ചും ചിക്കൻ ബിരിയാണി അടിച്ചു. അയാള് ബിരിയാണി കഴിച്ചു, വയറ് നിറഞ്ഞു, മറന്നിട്ടാണ്, നോമ്പുകാരനെന്ന് ഓർമ്മയില്ല. അപ്പൊ ആദ്യത്തെ തുടക്കത്തില് 2-3 ദിവസമൊക്കെ നമുക്ക് ചിലപ്പോ അങ്ങനെ മറവി പറ്റും, സ്വാഭാവികം. അപ്പൊ അയാൾ അങ്ങനെ മറന്നിട്ട് ഭക്ഷണം കഴിച്ചു, അയാളുടെ വയറ് നിറഞ്ഞു, അയാളുടെ നോമ്പ് മുറിയോ? നോമ്പ് മുറിയൂല. ആരെങ്കിലും നോമ്പുകാരനെന്നുള്ള കാര്യം മറന്നിട്ട് ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, ഓനോന്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ എന്നാ പറഞ്ഞത്. ഓന്റെ നോമ്പ് മുറിയൂല. അള്ളാഹു ആണ് അവനെ ഭക്ഷിപ്പിച്ചത്, അള്ളാഹു ആണ് അവനെ കുടിപ്പിച്ചത്. ആ നോമ്പ് മുറിയുന്നില്ല. വിശപ്പായിരുന്നു അടിസ്ഥാന ലക്ഷ്യമെങ്കിൽ നോമ്പ് മുറിഞ്ഞു എന്നല്ല പറയണ്ടേ, കാരണം ആ ലക്ഷ്യം പൊളിഞ്ഞില്ലേ. ഇപ്പൊ വിശപ്പും പട്ടിണിയും ഒന്നല്ല നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, തഖ്വയാണ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ ശീലിക്കണം. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടു നിൽക്കണം. ഇപ്പൊ നോമ്പിന്റെ കാര്യം ആലോചിച്ച് നോക്കി. നമ്മള് ഇപ്പൊ നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മൾ ഒഴിവാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണ്? 1 ഭക്ഷണം, 2 വെള്ളം, 3 നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ഇണയുമായിട്ടുള്ള ശാരീരിക ബന്ധം. ഈ 3 പ്രധാനപ്പെട്ട സംഗതികൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് അനുവദനീയാണല്ലോ. അടിസ്ഥാനപരമായിട്ട് ഹറാമായ സംഗതികളല്ല ഇത്. നോമ്പിന്റെ പകലിൽ അല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കാൻ നമുക്ക്, വെള്ളം കുടിക്കാൻ നമുക്ക്, ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം പറ്റും നമുക്ക്. അത് അനുവദനീയാണ്. അനുവദനീയെന്ന് മാത്രമല്ല, പുണ്യമുള്ള കാര്യം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വഫീ ബുദ്ഇ അഹദികും സദഖ. നിങ്ങളെ ഭാര്യയുമായിട്ട്, ഇണയുമായിട്ട്, ജീവിത പങ്കാളിയുമായിട്ട് ശരീരം പങ്കുവെക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കൂലിയുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അള്ളാഹു അനുവദിച്ചെന്ന കാര്യങ്ങളാണ് റമദാന്റെ പകലിൽ നമ്മൾ മാറ്റിവെക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഹറാമായ വിഷയങ്ങൾ പോലും അല്ല. അപ്പൊ അതെന്തിനാ നമ്മൾ മാറ്റിവെക്കുന്നത്? അതെന്റെ റബ്ബിനോട് വേണ്ടാന്ന് പറഞ്ഞതാണ്, ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ റബ്ബിനെ അനുസരിക്കുന്നു. അപ്പൊ അങ്ങനെ തഖ്വയുള്ള നോമ്പുകാരാകാൻ നമുക്ക് പറ്റണമെന്നതാണ് കാര്യം. ഇപ്പോൾ നമ്മളുള്ളത് എവിടെയെന്ന് വെച്ചാല്, ഇപ്പൊ റമദാന് തുടക്കത്തിലല്ലേ, 1-2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടി കണ്ട് പോകട്ടെ, എന്നിട്ടൊന്ന് ഉഷാറാക്കാം. ആദ്യത്തെ 10 കണ്ട് കഴിഞ്ഞ് 2ാമത്തെ 10 ഒന്ന് സജീവാകാം, അവസാനത്തെ 10 നല്ലോണം ഒന്ന് ഒരുങ്ങാം, 26 ആകട്ടെ. ഇപ്പൊ തന്നെ ചില ആൾക്കാർ അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. ഈ പള്ളിയിൽ നമുക്ക് പുറത്തിറങ്ങുന്ന എന്തുറപ്പാ നമുക്കുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇന്നലെ മരിച്ചവർക്ക് കിട്ടാത്ത റമദാനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഔദാര്യാണിത്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കാരുണ്യമാണിത്. അതിനോട് നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കരുത്. അടുത്തൊരു റമദാൻ നമുക്കുണ്ടാവുന്ന ആരെ പറഞ്ഞത്? നാളെ നമ്മൾ ബാക്കി ഉണ്ടാവുന്ന എന്തുറപ്പാ നമുക്കുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കാണ്, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും ശ്രേഷ്ഠനായ ഈമാനുള്ള മനുഷ്യൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. ആ മനുഷ്യന്റെ 2ാമത്തെ ചോദ്യം, അയ്യുൽ മുഅ്മിനീന അഖിയസ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആരാണ്? ഏറ്റവും ബുദ്ധിയുള്ള ആൾ ആരാണ്? അക്തറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, മരണത്തെ പറ്റിയിട്ട് ധാരാളം ഓർക്കുകയും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നവൻ ആരാണോ ഓരാണ് ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവനെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന നേരത്ത് ഒരു മനുഷ്യന്റെ വിലാപത്തെ പറ്റിയിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ, മരണം വരുന്ന നേരത്ത് മലക്കുൽ മൗത്തും കൂട്ടരും ജീവിതത്തിലേക്ക് എത്തുമ്പോൾ, റൂഹിനെ പിടിക്കുമ്പോൾ അവർ പറയും, അല്ലാഹുവേ നീ ഞങ്ങളൊന്ന് മടക്കിത്താ, അല്ലാഹുവേ നീ എന്നെ ഒന്ന് ഈ ദുനിയാവിലേക്ക് തിരിച്ചയക്ക്. അപ്പൊ അല്ലാഹു അവരോട് പറയുന്ന വാക്ക്, ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ ഒഴിവാക്കിയ നന്മകളൊക്കെ ഞാൻ ചെയ്തോളാം റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചയക്കാൻ പറയുന്നത്. അപ്പൊ അല്ലാഹു പറയും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വർത്താനാണ്, അതൊരു വെറും വർത്താനാണ്, പിന്നൊരു മടക്കം അവൻക്കില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അവനുള്ളത് ബർസഖിലാണ്.
അപ്പൊ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ വിലാപമാകാതിരിക്കാൻ, നമ്മുടെ കരച്ചിലാകാതിരിക്കാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ ചെയ്ത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, കൈഫ കാനത് സ്വലാത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാൻ. റമദാനിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം എങ്ങനെയായിരുന്നു? അപ്പൊ ആ രാത്രി നിസ്കാരത്തിന്റെ രൂപമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വർത്താനുണ്ട്, ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിൻ. ആ നിസ്കാരത്തിന്റെ നീളത്തെ പറ്റിയിട്ട്, അതിന്റെ സൗന്ദര്യത്തെ പറ്റിയിട്ട് നീ എന്നോട് ചോദിക്കരുത്. ആ നീളവും സൗന്ദര്യവും വാക്ക് കൊണ്ട് വിവരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന്റെ കുടുംബക്കാരി മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിരുന്നുകാരനായിട്ട് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ് മൈമൂന റളിയല്ലാഹു അൻഹ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ, രാത്രി നിസ്കാരം നിർവഹിക്കുകയാണ്. അപ്പൊ ഞാൻ നബിന്റെ കൂടെ ജോയിൻ ചെയ്തു. നബിന്റെ കൂടെ നിന്നപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിന്റെ ഇടതു ഭാഗത്താണ് ചെന്ന് നിന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതു ഭാഗത്തേക്ക് നിർത്തി. അപ്പൊ ഇമാമും മഅ്മൂമും നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ വലതു ഭാഗത്താണ് മഅ്മൂമ് നിൽക്കേണ്ടത്. അതും ഒരേ ലൈനിലാണ് നിൽക്കേണ്ടത്, ഒരേ സൊഫിലാണ് നിൽക്കേണ്ടത്. നമ്മൾ സാധാരണ കാണുന്ന ഒരു രീതി എന്താ വെച്ചാൽ, രണ്ടാൾക്കാർ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് കുറച്ച് മുമ്പിലും മഅ്മൂമ് കുറച്ച് പിറകിലും ആയിരിക്കും. അതല്ല ശരിയായ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിന്നപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിന്റെ അതേ വരിയിലാണ്, ഒരേ സൊഫിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തിയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ബഖറയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇബ്നു അബ്ബാസ് വിചാരിച്ചു, യർകഉ ഇൻദൽ മിഅ, ഒരു 100 ആയത്തായത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഅ് ചെയ്യും. സൂറത്തുൽ ബഖറയുടെ 100 ആയത്തുകൾ കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഅ് ചെയ്യുന്നില്ല. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, എന്നാ പിന്നെ ബഖറ കഴിഞ്ഞാൽ നബി റുകൂഇലേക്ക് പോകുമായിരിക്കും. ബഖറ കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഅ് ചെയ്തില്ല. പിന്നെ നബി സൂറത്തുൻ നിസാ ഓതുകയാണ്. അപ്പൊ സൂറത്തുൻ നിസാ കഴിഞ്ഞിട്ട് നബി നിർത്തുന്നില്ല. പിന്നെ സൂറത്തു ആലു ഇമ്രാൻ ഓതി. ഒറ്റ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ 3 സൂറത്തുകൾ, സൂറത്തുൽ ബഖറ, സൂറത്തുൻ നിസാ, സൂറത്തു ആലു ഇമ്രാൻ. നമ്മള് ഒന്ന് ഖുർആൻ എടുത്തിട്ട് തുറന്നു വെച്ചിട്ട് ഈ 3 സൂറത്തുകൾ എത്ര ഉണ്ട് എന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. 5.25 ജുസ് ആണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ റക്അത്തിൽ ഓതിയത്. അതും നബിന്റെ പാരായണത്തെ പറ്റിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ മർറ ബിആയത്തിൻ ഫീഹാ തസ്ബീഹ് സബ്ബഹ. തസ്ബീഹ് ചൊല്ലേണ്ട ഒരു ആയത്ത് എത്തിയാൽ നബി അവിടെ നിർത്തിയിട്ട് തസ്ബീഹ് ചൊല്ലും. വഇദാ മർറ ബിസുആലിൻ സഅല, അല്ലാഹുവിനോട് ചോദിക്കേണ്ട എന്തെങ്കിലും ഒരു ചോദ്യത്തിന്റെ അവിടെ എത്തിയാൽ നബി അവിടെ പാരായണം നിർത്തിയിട്ട് അത് അല്ലാഹുവിനോട് ചോദിക്കും. വഇദാ മർറ ബിതഅവ്വുദിൻ തഅവ്വദ, അല്ലാഹുവിനോട് അഭയം ചോദിക്കേണ്ട എന്തെങ്കിലും ഒരു വിഷയമാണ് ഓതിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നബി അവിടെ നിർത്തിയിട്ട് അഭയം ചോദിക്കും. സുമ്മ റകഅ. അങ്ങനെ ഈ 3 സൂറത്തുകൾ ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഅ് ചെയ്തു. നബി റുകൂഇലെ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കാൻ, ഫകാന റുകൂഉഹു നഹ്വൻ മിൻ ഖിയാമിഹി. സുബ്ഹാനല്ലാഹ്.
എത്ര നേരാണോ നബി നിന്നത് അത്ര നേരം തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കൂ ഉണ്ടായിരുന്നതാണ്. എത്ര നേരം നീളമുള്ള നൃത്തമാണോ അതേ സമയം റുക്കൂഇലും ഏകദേശം അത്ര തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂഇലും കഴിച്ചുകൂട്ടി. പിന്നെ സുജൂദിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഏകദേശം നബി നിന്ന അത്ര സമയം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലും കഴിച്ചു കൂട്ടിയെന്നാണ്. അപ്പൊ ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെ ഒക്കെ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ. നമ്മളൊരു 3/4 മണിക്കൂർ 50 മിനിറ്റ് ഇമാമിന്റെ കൂടെ തറാവീഹ് നിസ്കരിച്ചാൽ തന്നെ എന്തോ ഒരു മല മറിച്ചിട്ട പ്രതീതിയാണ് നമുക്ക്. നമ്മളെന്തോ വലിയൊരു സംഭവം ചെയ്ത പോലെയാണ്. അതൊക്കെ വളരെ കുറവാണ്. ആ ചെയ്ത കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതിയിട്ട് നിസ്കരിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലുണ്ട്. സലഫുകളൊക്കെ 3 രാത്രി കൊണ്ട് അവരുടെ രാത്രി നിസ്കാരത്തിൽ ഖുർആൻ മുഴുവൻ ഓതി തീർത്തിരുന്നതാണ്. 3 രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതിയിട്ട് ഒരു നിസ്കരിച്ചിരുന്നു. അപ്പൊ അവരായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊന്നും എവിടെയും എത്തിയിട്ടില്ല. ഈ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. രാത്രി നിസ്കാരത്തിനൊക്കെ വലിയ കൂലി ഉണ്ട് എന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റമളാന്റെ ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെയും കൂട്ടിയിട്ട് രാത്രി നിസ്കരിച്ചു. രാത്രിയുടെ 1/3 ഏകദേശം അത്ര സമയമാണ് നബി നിസ്കരിച്ചത്. വേറൊരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ പകുതി വരെ നിന്ന് നിസ്കരിച്ചു, സഹാബിമാർക്ക് ഇമാം വന്നിട്ട്. അപ്പൊ സഹാബിമാർ പറയുന്നുണ്ട്, അള്ളാഹുന്റെ റസൂൽ നമുക്ക് ഈ രാത്രി മുഴുവനായിട്ട് നിസ്കരിച്ചാലോ, ഈ രാത്രി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിന്ന് നിസ്കരിച്ചാലോ. അപ്പോഴാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നർ റജുല ഇദാ സല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ ഹുസിബ ലഹു ഖിയാമു ലൈല. ഒരാള് ഇമാമിന്റെ കൂടെ ആ ഇമാമ് പിരിയുന്നത് വരെ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവനക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിണ്ട്. സുബ്ഹാനല്ലാഹ്. രാത്രി മുഴുവൻ അയാൾ നിന്നിട്ടില്ല, ഇമാമിന്റെ കൂടെ ഒരു 3/4 മണിക്കൂർ നേരോ 1 മണിക്കൂർ നേരോ നിന്നിട്ടുണ്ടാവുള്ളൂ. എന്നാലും രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ റബ്ബിന്റെ ഔദാര്യാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ കാരുണ്യവും ഔദാര്യവും പ്രതിഫലവും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് നന്മകളിൽ മുന്നേറുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടിയൊക്കെ ഒന്ന് ഉണർന്നിട്ട് റമദാനിലേക്ക് കൂടുതൽ വിഭവങ്ങൾ ഒരുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരു സങ്കടവും ഇല്ല, ഒരു വേദനയും ഇല്ല എങ്കിൽ ഈ റമദാനെ നമ്മൾ ശരിക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടിട്ടില്ല. ഇപ്പൊ റമദാന്റെ 1.5 ദിവസം തീരുമ്പോ ഖുർആൻ ഒന്ന് തുറന്നു വെച്ചിട്ട് ഒരു ജുസ് എങ്കിലും പാരായണം ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ, ഖുർആൻ തുറന്നു വെച്ച് ഓതാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ റമദാനെ വേണ്ട വിധത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അത്താഴം കഴിക്കുമ്പോഴും നോമ്പ് തുറക്കുമ്പോഴും നമുക്കൊരു അനുഭൂതിയും സന്തോഷവും തോന്നുന്നില്ല എങ്കിൽ റമദാനെ ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല, മനസ്സുകൊണ്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഉണർന്ന് ഈ നന്മയിൽ മുന്നേറുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ.